ഒരു മുറമൊന്നും പറ്റത്തില്ല, ഒരു ചാക്കും കൂടെ ഉണ്ടെങ്കിലേ വരത്തില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകല്ലോ. ഇന്നത്തെ എന്താ വിശേഷം ചോദിച്ചാൽ, നമ്മൾ അന്ന് എല്ലാ തൈകളെല്ലാം നട്ടിട്ട് പോയി. നമ്മുടെ തൈകൾ എത്തറ്റമായി വിളവെടുക്കാറായോ, എന്തൊക്കെയാണ് വിളവെടുപ്പ്, അത്രയുണ്ട് വിളവെടുപ്പ് കേട്ടോ. ഈ വർഷത്തെ വിളവെടുപ്പ് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ എനിക്ക് ഒരു മുറമൊന്നും പറ്റത്തില്ല, ഒരു ചാക്കും കൂടെ ഉണ്ടെങ്കിൽ ഒരറ്റ മുതൽ ഞാൻ കാണിക്കാം കേട്ടോ. 5:05 ആയി കേട്ടോ. ഞാനിങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുക. ഒരു സൈഡ് മുതൽ കാണിക്കാം. ഒരറ്റ മുതൽ തുടങ്ങാൻ പറ്റില്ല, കാര്യം അവിടെ നല്ല വെയില, അപ്പോൾ ഒന്നും നിങ്ങൾക്ക് ക്ലിയർ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ തുടങ്ങുവാണേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചുമന്ന ചീര മുറിക്കാറായില്ല എങ്കിലും ഏകദേശമൊക്കെ ആയി. ചിലത് എനിക്കൊന്ന് മിക്സഡ് ആണ് വിത്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ചിലത് നല്ല ഡാർക്ക്, ചിലത് വളർന്നു വരുന്നുണ്ട്, കളർ ഇച്ചിരി മങ്ങുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഉലുവ എടുത്തു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനി അടുത്തത് പൊട്ടിക്കിളിച്ച് വരണം. അത് കഴിഞ്ഞ് നമ്മുടെ ബീട്രൂട്ട്, പാലക്ക്, വെളുത്തുള്ളി, കേൽ ഒരു വെറൈറ്റി, പുതിന, മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കും കേട്ടോ. കേല്, പാലക്ക്, ബ്രൊക്കോളി, പിന്നെ നമ്മുടെ ചുമന്ന ചീര അവിടെ ഒരു കുറച്ചുണ്ട് കേട്ടോ, കാണിക്കാം. അടുത്ത് പോയി കാണിക്കാം. ഇതാ നമ്മുടെ നാടൻ ചുമന്ന ചീര, ബ്രൊക്കോളി, പിന്നെ പട്ടാണി, അടുത്തത് കേൽ, അങ്ങേറ്റത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേല് കേട്ടോ. ഇതെല്ലാം ബ്രൊക്കോളിയാണ്. പാലക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഈ പ്രാവശ്യം കിട്ടിയ പാലക്കിൻ്റെ വിത്ത്, അതായത് ചെടി വന്നിട്ട്, അതായത് ഒറ്റ പ്രാവശ്യം നമുക്ക് ഇല കിട്ടുന്നുള്ളൂ, പിന്നെ എല്ലാം പൂവായിട്ട് അങ്ങ് ഇതായിട്ട് വരുക. കഴിഞ്ഞ വർഷം പക്ഷേ ഞാൻ വെച്ചത് നല്ലതായിരുന്നു, ഇങ്ങനെ ഒത്തിരി പൂ വരത്തേയില്ല, നമുക്ക് ഇലകൾ ഇഷ്ടം പോലെ കിട്ടുവാണ്. ഈ പ്രാവശ്യം എനിക്ക് കളിപ്പീര് പറ്റിപ്പോയി കേട്ടോ. ഇതൊരു വെറൈറ്റി കേല്, ഇതൊരു വെറൈറ്റി കേല്, ഇതൊരു വെറൈറ്റി കേല്. അപ്പം 3 വെറൈറ്റി കേലുണ്ട്. പട്ടാണി ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ വിത്ത് അങ്ങ് വലിയ ബീൻസ് മാതിരി അങ്ങ് വള്ളി വീശി അങ്ങ് മേലോട്ട് പോവുകയാണ്. പട്ടാണിക്ക് എന്താ പറ്റും ചോദിച്ചാൽ, ഇത്രയും നീളം വന്നു കഴിഞ്ഞാൽ ഇതെനിക്ക് ഒന്ന് ഈ പച്ചയ്ക്ക് തിരുന്ന പട്ടാണിയാണ്. നമ്മൾ സാധാരണ കറിക്കൊക്കെ ഇടുന്ന പോലെ, ഈ ഫ്രൈഡ് റൈസിനൊക്കെ ഇടുന്ന പോലുള്ള നല്ല വണ്ണത്തിലും, ഇതെനിക്കൊന്ന് തീരെ കനം കുറഞ്ഞതാണ്. ഇത് ഹൈറ്റ് കൂടുന്നുണ്ട്, അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. മറ്റേ നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഹൈറ്റ് കുറയും, ഇത്ര ഹൈറ്റ് വരത്തില്ല. നോക്കാം, എന്തായാലും കായ് വരട്ടെ, വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം ഒന്നിട്ട് ഇത് പറഞ്ഞ പോലെ എല്ലാം കിളി തിന്നിട്ട് പോയി, രണ്ടാമത് പിന്നെ അത് കിളിർത്ത് വന്നതാണിതിപ്പം. ഇവിടെ കുറച്ച് തക്കാളിയുണ്ട്, പക്ഷേ ഇതൊക്കെ ലാസ്റ്റ് വെച്ച തക്കാളികളാണ്. ലാസ്റ്റ് വെച്ചതല്ല, ആദ്യം കിളിച്ച് വന്നത് മുഴുവൻ കിളി കൊത്തി തിന്നിട്ട് പോയി, പിന്നെ അത് പിന്നെ പൊട്ടിക്കിളിച്ച് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയും കായ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. വേറെ അപ്പുറത്തുണ്ട് നല്ല ഇഷ്ടം പോലെ നമുക്ക് കായ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കേല് ഇഷ്ടം പോലെ ഇപ്പോൾ മുറിക്കാറായി കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ മുറിക്കേണ്ടതാണ്. വെയിലില്ലാത്തടത്തെ മാത്രം കാണിക്കാം കേട്ടോ. ഇത് സബോള, ഇത് ലെറ്റ്യൂസ്, ഇതാ 2 വെറൈറ്റി കേട്ടോ. ബ്രൗൺ ഒന്ന്, പച്ചയൊന്ന്. ഇത് കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ. ഈ ഒരെണ്ണം ലെറ്റ്യൂസ് ആണ്. ഞാൻ പക്ഷേങ്കിൽ നമുക്ക് വിത്തെടുക്കാൻ വേണ്ടി പൂ വരാൻ നിർത്തിയിരിക്കുക. ബാക്കിയെല്ലാം ഇപ്പം മുറിക്കാൻ പോവാണേ. വിളവെടുക്കുമ്പോൾ ഞാൻ തനിത്തനിയെ കാണിക്കും, മൊത്തത്തിൽ കാണിക്കാം കേട്ടോ. ബീൻസ് ഐറ്റംസ് എല്ലാം, ബീൻസ്, മുളകുകൾ എല്ലാ വെറൈറ്റി ഉണ്ട്. കാന്താരി ഉണ്ട്, മുളകുണ്ട്, കാന്താരി, ക്യാപ്സിക്കം, ഉണ്ടമുളക്, കർണം പൊട്ടി, നീളമുള്ളത്, എരിവുള്ളത്, എല്ലാ വെറൈറ്റിയും ഉണ്ട്. പ്ലസ് അടുത്ത നമ്മുടെ ബീൻസ്, പിന്നെ ഇത് സോയാ ബീൻസ് ഉണ്ട്, ബെല്ലി ബീൻസ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇതിനിടയ്ക്ക് മത്തങ്ങായും ഉണ്ട് കേട്ടോ, ഇടയ്ക്കുണ്ട്. അതിനെയും നോക്കട്ടെ വെളിയിൽ കാണുന്നുണ്ടോന്നേ. ഇതാ മത്തൻ്റെ ഇല കാണുന്നുണ്ട്, അകത്തൊരു മത്തങ്ങ കണ്ട, അതാണ്. അടുത്തത് നമ്മുടെ കുറ്റി ബീൻസ്, ഇതെല്ലാം വിളവെടുക്കാറായി കേട്ടോ. ആദ്യത്തേതെല്ലാം ഞാൻ വിത്തിന് നിർത്തിയേക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ എടുക്കത്തുള്ളൂ. അടുത്തത് ബ്രൊക്കോളി എല്ലാം പറിക്കാറായി കേട്ടോ, കട്ട് ചെയ്യാതായി. ഇത് വിത്തിന് നിർത്തിയിരിക്കുകയാണ്. ഇത് ബ്രൊക്കോളി അടുത്തതാകുന്നേ ഉള്ളൂ. വെയിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. 8 മണിയായിരിക്കും വെയിൽ, അത് കഴിഞ്ഞിട്ട് എടുക്കാൻ നടക്കത്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇത് കുറ്റി ബീൻസ്, പർപ്പിൾ കളർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ലെറ്റ്യൂസ് വേറൊരു ഇനമാണ്. ഇത് ഇപ്പോൾ കട്ട് ചെയ്യാറായിട്ടുണ്ട്. ബഞ്ചായിട്ടാണ് എല്ലാവരും സാധാരണ വാങ്ങിക്കുക. നമ്മൾ ഇതിന് മുമ്പൊക്കെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ പയറാണിത്, കുറ്റിപ്പയറാണ് ഇതും കേട്ടോ, നീളമുള്ള പയറല്ല, ചെറിയ പയറാണ് കിട്ടുന്നത് കേട്ടോ. ഇതുകൊണ്ട് അടുത്ത ഇവിടെയും ബ്രൊക്കോളി പറിക്കാറായി. ഇത് ടർണിപ്പ്, ഇത് ഞാൻ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതും അടിയിൽ ഒരു 2 മൂട് നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഞാൻ പറിക്കാൻ പോവാണ്. ഇതിനിടയ്ക്ക് ഞാനിവിടെ കുറച്ച് വിത്ത് പാകിയിരുന്നു സൂര്യകാന്തിയുടെ, അപ്പം ഒരെണ്ണം കിളിച്ചു വന്ന് ഇത്രയുമായി. പൂ വന്നില്ല എങ്കിലും ചെടി ഇത്രത്തോളം ആയി. അടുത്ത നമ്മുടെ കൃഷി ഏതാന്ന് നോക്കണ്ടേ. ഇവിടെ എല്ലാം നമ്മുടെ മുളകാണ് ഇവിടെ എല്ലാം നട്ടിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയുണ്ട്, തക്കാളി വെച്ചിട്ടുണ്ട്, മുളക് പല വെറൈറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലാസ്റ്റിലത്തെ ആകത്തുള്ളൂ, അധികം കായ് കിട്ടാൻ സമയമില്ല ഇവിടെ. ഇപ്പുറത്ത് മുഴുവൻ നമ്മൾ മല്ലി പാകിയിരിക്കുന്നത് കേട്ടോ. പറിക്കാറായില്ല, ഇപ്പോൾ ഒരു 4-5 ദിവസം ആയുള്ളൂ പാകി. ഇപ്പോൾ ഇത്രയും കിളിച്ചു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റം തക്കാളി, ഇങ്ങനെ കാണിക്കാം കേട്ടോ. എല്ലാം ചുമന്ന കളറിലാണ് എൻ്റെ ചെടിച്ചട്ടികളെല്ലാം, പെയിൻറ്റിൻ്റെ അതാണ് നല്ല കട്ടിയുള്ള നീളമുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി പടന്ന് പോകാതിരിക്കാൻ ഊണ് നാട്ടാനൊക്കെ കറക്റ്റായിരിക്കും. ഞങ്ങൾ കൊച്ചു പാടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ തക്കാളിയാണ് വെച്ചിരിക്കുന്നത്. പല വെറൈറ്റി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, യെല്ലോ കളറുണ്ട്, റെഡ് ഉണ്ട്, മത്തങ്ങ പോലത്തേതുണ്ട്, ആപ്പിളുണ്ട്, ചെറിയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഓറഞ്ച് കളർ മാത്രം പഴുത്തിപ്പുണ്ട്, മറ്റേതൊന്നും പഴുത്തിട്ടില്ല. ചോക്ലേറ്റ് കളർ കണ്ടോ, പഴുത്തിട്ടില്ല. നമ്മുടെ ചുമന്ന കളർ, നല്ല ഡാർക്ക് കളറിലുള്ള നമ്മുടെ നാടൻ ചീര, ഒരു ചട്ടി നിറച്ചിട്ടത്, പക്ഷേ ഇത്രയും കിളിച്ച് വന്നിട്ടുള്ളൂ. അപ്പം ഇത് മുറ്റാറായില്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞ് മുറിക്കണം. ആ സൈഡിലെല്ലാം ഞാൻ ബ്രൊക്കോളി ചുമ്മാ അവിടെ ഞങ്ങളിപ്പോൾ പുതുതായിട്ട് അറേഞ്ച് ചെയ്തതാണ്. അങ്ങനെ കുറച്ച് മണ്ണിട്ട് ഞാൻ ചെടികളെല്ലാം വെച്ച് അവിടെ കേട്ടോ. ഇതെല്ലാം സൂര്യകാന്തിയാണ് അവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട്, സൂര്യകാന്തി പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. അണ്ണാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് സൂര്യകാന്തി പൂവ്. ഞാനിപ്പോൾ അവിടെ വെച്ചിരിക്കുകയാണ്. പൂ വരാൻ തുടങ്ങിയത് വേറെ എവിടെയെങ്കിലും, അതായത് അണ്ണാൻ വരാത്ത പോലെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. 2 കളർ കാണില്ല മക്കളെ. അത് വെയിൽ പാതി സ്ഥലത്ത് മണി 6 ആയിട്ടുള്ളൂ, പക്ഷേ 8-9 വരെയും വെയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വലിയ പാടായിപ്പോൾ. ഇതാണ് നമ്മുടെ ചെടികളെല്ലാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി നമ്മൾ ഓരോന്നായിട്ട് അങ്ങോട്ട് വിളവെടുക്കാൻ തുടങ്ങണം. അത് ഓരോ ദിവസം ഓരോന്നായിട്ട് ഞങ്ങളെ കാണിക്കാം. ഇന്ന് 5:30 തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത് അമ്മക്കിളിയുടെ വീഡിയോ ഇന്ന് ഇതാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം.